السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. ബഹുമാനികളെ, സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദയിൽ നിന്ന് പുറത്തുപോയതുകൊണ്ട് കുരുവട്ടൂരിയൻ വ്യാജന്മാരെ വർഷങ്ങൾക്ക് മുമ്പ് സുന്നത്തി ജമാഅത്തിൻ്റെ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കിയതാണ്. എന്നാൽ ആ കക്ഷികൾ അവരുടെ പിഴച്ച വിശ്വാസം മാറ്റി അത് ഒഴിവാക്കി സുന്നത്തി ജമാഅത്തിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ഉലമാഇനെ മുഴുവൻ ചീത്ത വിളിക്കുകയും ഇവരുടെ പുത്തൻവാദം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ വഹാബിയാക്കുകയും ഒക്കെ ചെയ്ത മൗലവിമാർ, അവർ തുടക്കകാലം ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരെ രണ്ടായി വേർതിരിച്ച് സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി മുതലെടുപ്പ് നടത്താനായിരുന്നു ശ്രമം. ബഹുമാനപ്പെട്ട മുഹിയുസുന്ന പെരുമളുസ്താദിനെയും പേരോടുസ്താദിനെയും രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത മൗലവിമാർ സുൽത്താനുൽ ഉലമയെയും റയീസുൽ ഉലമയെയും ഒക്കെ അംഗീകരിക്കുന്നു, അവരെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇവരുടെ വലിയ വിഡ്ഢിത്തം നമ്മുടെ ഉലമാ ഐക്യകണ്ഠേനെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ പിന്നെ ഈ കെ സമസ്തയിൽ ഒരു ഗ്രിപ്പ് കിട്ടുമോ എന്ന ഒരു ശ്രമമായിരുന്നു പിന്നീട് നടത്തിയത്. എന്നാൽ ഈ കെ സമസ്തയിൽ നമ്മൾ നേരത്തെ പറയുന്നതാണ്, അവിടെയും സുന്നത്തി ജമാഅത്തിൻ്റെ ഉലമ ഉണ്ട്, അവിടെയും നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ട്. അവരൊന്നും ഈ പുത്തൻവാദികളെ അങ്ങോട്ട് അടുപ്പിക്കും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയൂല. എന്നാൽ മറ്റു നിർവാഹമൊന്നുമില്ലാതെ മൗലവിമാർ അങ്ങനെ ഒരു ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ പേരിൽ അപ്പുറത്തെ സമസ്തയിലെ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഒക്കെ മദ്ഹ് പറയുകയും അവരുടെ മഹത്വം പറഞ്ഞ് നമ്മുടെ ഉലമായിനെ ചീത്ത വിളിക്കുന്നതോടൊപ്പം അപ്പുറത്തെ ആലിമീങ്ങളെ മദ്ഹ് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇവരുടെ ധാരണ എന്തായിരുന്നു എന്നറിയോ? നമ്മുടെ ആലിമീങ്ങളെ ചീത്ത വിളിക്കുകയും മറുവിഭാഗം പണ്ഡിതന്മാരെ മദ്ഹ് പറയുകയും ചെയ്താൽ അപ്പുറത്തെ അണികളിൽ അപ്പുറത്തെ പ്രവർത്തകരിൽ ഒരു ചെറിയ സ്ഥാനം കിട്ടുമെന്നും അത് മുഖേന അവിടെ കയറി പറ്റാമെന്നുമുള്ള ഒരു വൃദ്ധാശ്രമം നടത്തിയതാണ് മൗലവിയുടെ വിഡ്ഢിത്തം കൊണ്ട് അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ മൗലവിമാർ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള അപ്പുറത്തെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും ഒക്കെ വലിയ മദ്ഹ് പറഞ്ഞു. മദ്ഹ് പറഞ്ഞിട്ട് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ, ഇ കെ ഉസ്താദിൻ്റെ പേരിലാണല്ലോ ഈ അടുത്ത് കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇ കെ ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നവരാണെന്നും വലിയ ആലിമാണെന്നും ഇ കെ ഉസ്താദ് പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും ഒക്കെ പറഞ്ഞു. ആരെക്കുറിച്ച്? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച്. അതൊന്ന് കേൾക്കാതെ നമുക്ക്. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. സാദാത്യങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് ജിഫ്രി കുടുംബം. ആർക്കാണ് ഇവിടെ തർക്കം? ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസ്സലാം കോളേജിൽ അവിടുത്തെ മുദർരിസായി പ്രത്യേകം ശംസുൽ ഉലമ നിയോഗിച്ചതാണ്. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമാനോട് ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത്? നിങ്ങൾക്കല്ലേ അതിൽ തർക്കം? പാണക്കാട് സാദാത്യങ്ങളെയും ജിഫ്രി സാദാത്യങ്ങളെയും
കേരളത്തിലെ എല്ലാ സാദാത്യങ്ങളെയും അംഗീകരിക്കണം. അവിടെ തന്നെ ആലിമും സയ്യിദുമായി സയ്യിദുൽ ഉലമ വരുമ്പോ അവരെ കൂടുതൽ പരിഗണിക്കണം. എല്ലാവരും ആദരിക്കുന്ന പാണക്കാട് കുടുംബത്തെ എന്തായാലും ആദരിക്കണം. സയ്യിദുൽ ഉലമ പാണക്കാട് തങ്ങൾ ആദരിക്കുന്ന ആളാ. പാണക്കാട് തങ്ങൾ സയ്യിദുൽ ഉലമനെ ആദരിക്കുന്നവരാണ്. അവർക്കിടയിൽ ആദരിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവരെന്തിനതിൽ ഇടപെടണം? ഇവർക്ക് വേറെ വല്ല പണി നോക്കി പോയാ പോരെ? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ മദ്ഹാണിത്. ഈ പറയുന്നതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഇവരുടെ ഉന്നത ഹദറത്തിന്റെ നിർദ്ദേശപ്രകാരം പറയുന്നതാണ്. എന്തിനാ പറഞ്ഞത്? വളരെ വ്യക്തമാണ്. അപ്പുറത്തേക്ക് കയറി ചെല്ലാൻ ഒരു ഗ്യാപ്പ് അന്വേഷിച്ചതാണ്. അങ്ങനെ സയ്യിദുൽ ഉലമയെയും അപ്പുറത്തെ സമസ്തയെയും ഒക്കെ വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞു. നമുക്ക് ഒരു ഉലമായിനെയും ഒരു ആലിമിനെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നില്ല. ഒരു സയ്യിദിനെയും നമ്മൾ നിന്ദിക്കുന്നില്ല. നമ്മുടെ ഉലമാ പണ്ടേ പഠിപ്പിച്ച കാര്യമാണ്. അത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ആ സംഘടനാപരമായ ചർച്ചയിലൂടെയും മറ്റും അത് തീർപ്പാക്കുകയും ചെയ്യും. എന്നാൽ ഈ കപടന്മാർ എന്തിനായിരുന്നു ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മദ്ഹ് പറഞ്ഞത്? അതേ, ഇവർക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാഇനെ ചീത്ത പറയാനും ആക്ഷേപിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തെ തകർക്കുവാനും ഇവർക്ക് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. ഇവരൊരു 3 അടുപ്പം കല്ലുകളായി തുടങ്ങിയിട്ട് 13 കൊല്ലത്തിലധികമായി. ഇന്ന് വരെ ക്ലോസറ്റിലെ വെള്ളം പോലെ ആ ഒരു സ്റ്റേജിലല്ലാതെ അപ്പുറത്തേക്കൊന്ന് കയറിപ്പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മൗലവിമാര് അപ്പുറത്തെ സമസ്തയിൽ ചാരിയിട്ടെങ്കിലും വളരാൻ കഴിയുമോ എന്ന ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ആ ഭാഗമായി അവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഷംസുൽ ഉലമ പ്രത്യേകം ഇഷ്ടപ്പെട്ട മഹാനാണ് എന്നല്ല, അപ്പുറത്തെ സമസ്തയ്ക്ക് നേതൃത്വം നൽകാൻ ഷംസുൽ ഉലമ പ്രത്യേകം നേരത്തെ നിർദ്ദേശിച്ച വ്യക്തിയാണ്, ആലിമാണ്, സയ്യിദാണ് തുടങ്ങിയിട്ട് ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മദ്ഹ് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ മദ്ഹിനൊന്നും അധികം ആയുസ്സുണ്ടായില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഈ മൗലവിനെ നമ്മൾ പുറത്താക്കിയിട്ട് വർഷങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞ 923 വരെ പറഞ്ഞത് മുഴുവനും ഇയാൾ പിൻവലിച്ചു കളഞ്ഞു. അതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. ഇനി വളരെ കുറഞ്ഞ കാലയളവിലുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടക്കാണ് ജിഫ്രി തങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹ് പറഞ്ഞത്. ആ മദ്ഹിന് പോലും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ഇവരുടെ ഉന്നത ഹദറത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടുകയാണ്. ചങ്ങൈമാരെ, ആ ഉന്നത ഹദറത്തിനെ ഏതെങ്കിലും തോട്ടിൽ കൊണ്ടുപോയി എറിയടോ? എന്തിനാടോ ഈ ഉന്നത ഹദറത്ത് എന്ന് പറയുന്ന ഈ ജാഹിലീങ്ങളെ കൊണ്ട് നടക്കുന്നത്? ഒരു നിയന്ത്രണവും ഇല്ലാതെ, ഒരു വിവരവും ഇല്ലാതെ ഓരോ സമയത്ത് ഓരോന്ന് പറയാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റാത്തത് അവരുടെ ഭാഗത്തുനിന്നും കേൾക്കുമ്പോൾ ആ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ ഈ മൗലവിക്ക് പിൻവലിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട്? എന്താ ജിഫ്രി തങ്ങൾ ചെയ്ത കുറ്റം? എന്താ? ജിഫ്രി തങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, ഇമാമുകൾ പഠിപ്പിച്ച ആശയം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇമാമുകൾ വളരെ വ്യക്തമായി എഴുതി വെച്ച ആശയം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ, ഹക്ക് തുറന്ന് പറഞ്ഞപ്പോൾ ജിഫ്രി തങ്ങളെയും വഹാബിയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെതിരെ ഇവർ വിരൽ ചൂണ്ടിയിട്ട് വഹാബി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആലിമീങ്ങളെ. എന്തിനാ വിളിച്ചത്? അവർ ഹക്കായ ദീന്, പരിശുദ്ധമായ ദീന് ഇമാമുകൾ പഠിപ്പിച്ചതുപോലെ വെള്ളം ചേർക്കലില്ലാതെ, കൂട്ടിച്ചേർക്കലില്ലാതെ, വെട്ടിക്കുറക്കലില്ലാതെ വളരെ കൃത്യമായി അവർ പറഞ്ഞു എന്ന കാരണം കൊണ്ട് നമ്മുടെ ഉലമാഇനെ നോക്കി വഹാബി എന്ന് വിളിച്ച ഇതേ മൗലവി തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് ആലിമും അതുപോലെ തന്നെ സയ്യിദുമാണെന്ന് പറഞ്ഞ മൗലവി, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പ്രത്യേകം നിർദ്ദേശിച്ച ആ നിലയ്ക്ക് വലിയ മഹത്വമുള്ള മഹാനാണെന്ന് പറഞ്ഞ അതേ മൗലവിയാണ് മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ച ഒരാശയം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് വഹാബി എന്ന് പറഞ്ഞത്. അല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ
കിതാബുകളിൽ ഇമാമുകൾ വിശദീകരിച്ച കാര്യം, ആ കാര്യം വിളിച്ചു പറയുമ്പോൾ ഇവന്മാരെപ്പോലുള്ള കള്ളത്തൊരീഖത്തുകാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് കരുതി ദീന് മൂടിവെക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനും നിർവാഹമില്ല. കണ്ടോ നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീൻ എന്ന് വളരെ ആദരവോടെ സ്നേഹത്തോടെ മക്ക നിവാസികൾ വിളിച്ചിരുന്നില്ലേ? എല്ലാവരും അൽ അമീൻ എന്ന് വിളിച്ചു. അവർക്കിടയിൽ എന്ത് തർക്കമുണ്ടായാലും അൽ അമീൻ വന്ന മദ്യം പറഞ്ഞാൽ അവർക്കത് സ്വീകാര്യമായിരുന്നു. പരിശുദ്ധ കഅബ ഷരീഫിന്റെ നിർമ്മാണ സമയത്ത് ഹജറുൽ വസ്ത് ആര് വെക്കണമെന്ന തർക്കം വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന് മദ്യം പറഞ്ഞപ്പോൾ അൽ അമീന് പറഞ്ഞതാണല്ലോ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചു. പക്ഷേ പിന്നീട് അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി ഭ്രാന്തനെന്ന് വിളിച്ചു, കളവ് പറയുന്നവനാണെന്ന് വിളിച്ചു. അങ്ങനെ പലതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അവർ വിളിച്ചു. എന്താ കാരണം? അവിടുന്ന് സത്യമായ ദീന് തുറന്നു പറഞ്ഞു. ആ ദീന് തുറന്നു പറഞ്ഞപ്പോൾ നേരത്തെ മദ്ഹ് പറഞ്ഞവരെല്ലാം തെറ്റിപ്പിണങ്ങിപ്പോകുമെന്ന് ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പറയാതെ മാറി നിന്നില്ല. എന്നതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅ ഒരാളുടെയും മുഖം നോക്കാതെ ദീനായി തുറന്നു പറഞ്ഞു. സുന്നത്ത് ജമാഅത്ത് കൃത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഈ നൗഷാദും കൂട്ടരും നമ്മുടെ നിസ്വാർത്ഥരായ നമ്മുടെ ഉലമാഇനെ നോക്കി വഹാബികളെന്ന് വിളിച്ചിട്ടുണ്ട്, അവരെ സംബന്ധിച്ച് പിഴച്ചവരെന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉലമാഇനെ ചീത്ത പറഞ്ഞ ഈ മൗലവിമാർ നമ്മുടെ ഉലമാഇനെ ചീത്ത പറഞ്ഞ് അപ്പുറത്തെ സമസ്തയിൽ കയറിപ്പറ്റി അവിടെ സ്ഥാനമാഗ്രഹിച്ച് അവിടെ സ്വാധീനമാഗ്രഹിച്ച് നമ്മുടെ ഉലമാഇനെ ചീത്ത പറയുകയും അതോടൊപ്പം അപ്പുറത്തെ സമസ്തയിലുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള നേതാക്കളെ മദ്ഹ് പറയുകയും ചെയ്ത ഈ മൗലവിമാരുടെ ആ മദ്ഹ് പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് നമുക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അവിടെ നിന്ന് തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തെ സമസ്തയിലെ പണ്ഡിതന്മാർ ജിഫ്രി തങ്ങളെപ്പോലുള്ള നേതാക്കൾ കൃത്യമായി തുറന്നു പറഞ്ഞപ്പോൾ നമ്മുടെ ആലിമീങ്ങളെ വഹാബികളെന്ന് വിളിക്കാൻ ഈ മൗലവിമാർക്ക് എന്തായിരുന്നു ന്യായം? അതേ ന്യായം തന്നെയല്ലേ അപ്പുറത്തെ സമസ്തയിലെ നേതാക്കളും പറഞ്ഞത്? ആ നേതാക്കൾക്കെതിരെയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്കെതിരെയും ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ വഹാബി എന്ന് വിളിച്ചിരിക്കുകയാണ് നൗഷാദ് മൗലവി. അല്ലേ സഹോദരങ്ങളെ? ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എന്താ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എന്തായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്? അതേ ആശയമാ പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞത്? നമ്മുടെ ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. ഞാൻ റസൂലാണെന്ന് കളവ് പറയും ശൈത്വാൻ, അതിനവന് സാധിക്കും എന്ന ആശയം ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയോ തവണ നമ്മളത് വായിച്ചിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ആശയമാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ വാക്കുകൾ കേൾക്കാം നമുക്ക്. വർക്കത്ത് പോയി നമ്മളും കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതെ ആവും ചെയ്യുക, അത് വേറെ സംഗതി. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റൂല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂൽ എന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായ? അപ്പൊ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താൻ എനിക്ക് റസൂലാന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അപ്പൊ റസൂല ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലാനെ നമ്മൾ കാണണ്ടേ? അപ്പൊ അതെന്തോ ആവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ റസൂലുള്ളാഹിനെ കണ്ടാൽ അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളയാണ് എന്ന പേരിൽ ഒരാളെ കണ്ടു, അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ അത് കാണപ്പെടുന്ന വ്യക്തി ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മതിയാവില്ല. കാരണം പിശാച്ച് അങ്ങനെ വന്നിട്ട് മറ്റാരുടെയെങ്കിലും രൂപത്തിൽ പിശാച്ച് വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് കളവ് പറയും. ഇത് ഇമാമുകളൊക്കെ വിശദീകരിച്ചതാണ്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞത്. ഇത് നമ്മുടെ ഉലമാ പറഞ്ഞു. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ
മൗലവി വഹാബിയാക്കി മാറ്റി. ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെയും വഹാബിയാക്കി മാറ്റി. ഇവർക്കാരും വലുപ്പറൂല. ഏത് ആലിമിനെയും ചീത്ത പറയും, ഏത് സാദാത്തുക്കളെയും അവർ വഹാബിയാക്കി മാറ്റും. ഖിതാമുൽ മിസ്കിൽ അദ്ഫർ ഫീ ശർഹി റഹീഖുൽ ഖൗസർ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന് തഹ്ഖീഖ് എഴുതിയ ഒരു വലിയ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനെയും വഹാബിയാക്കി മാറ്റി. എന്താ കാരണം? ആ പണ്ഡിതൻ ഈ മൗലവിമാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എഴുതി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എഴുതി, അപ്പോൾ അയാളെയും വഹാബിയാക്കി. അല്ലേ? അപ്പോൾ സത്യമായ ദീൻ ആര് പറയുന്നുവോ, ഈ മൗലവിമാർക്ക് താല്പര്യമില്ലാത്ത വിഷയം ആര് പറയുന്നുവോ, അവരെയൊക്കെ വഹാബിയാക്കി മാറ്റി. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എഴുതിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന് തഹ്ഖീഖ് എഴുതിയ പണ്ഡിതൻ, ആ തഹ്ഖീഖ് എഴുതി എന്നത് തന്നെയാണ് ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുന്നിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. തുടർന്ന് അതിൻ്റെ മുഖദ്ദിമയിൽ റിഫായി ശൈഖ് തങ്ങളുടെ കറാമത്തടക്കം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ അഖീദ എഴുതി വെച്ച ഒരാളെക്കുറിച്ച് ഈ മൗലവിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് വഹാബിയാക്കി മാറ്റി. അപ്പോൾ അതാണ്, ഈ മൗലവിമാർക്ക് എന്താണോ താല്പര്യമില്ലാത്തത്, അത് ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും ഇമാമുകളുടെ കിതാബുകളിലാണെങ്കിലും ഇവർക്ക് താല്പര്യമില്ലാത്ത വിഷയം പറഞ്ഞവരൊക്കെ വഹാബിയാക്കി മാറ്റും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മുഅ്മിനീങ്ങളും, എല്ലാ സംഘടനയിലുള്ള മുഅ്മിനീങ്ങളും ആലോചിക്കണം, ഇതുപോലുള്ള കപടന്മാർ നമ്മുടെ ഈമാനിന് വില പറയുകയാണ്. ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ അടുപ്പും ചട്ടിയും കലമൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ഈമാൻ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എല്ലാവരും പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കുന്ന ഏത് പ്രസ്ഥാനം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയാകട്ടെ, EK സംസ്ഥയാകട്ടെ, അതുപോലെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയാകട്ടെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമുള്ള, ആ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന മുഴുവൻ പ്രസ്ഥാനത്തിൻ്റെയും ആലിമീങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ആശയം പറഞ്ഞു. ഇതിനെതിരെ പറയുന്നവരാര് മാത്രമാണ്? ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ മാത്രമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഒരു ഹക്ക് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെക്കുറിച്ച് നൗഷാദ് പറയുന്നത് ഒന്ന് കേൾക്കാം. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. കണ്ടില്ലേ? അപ്പോൾ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന വഹാബി ഏത് ആശയമാണോ പറഞ്ഞത് അത് വഹാബിസത്തിന്റെ ആശയമാണ്. അതേ ആശയം തന്നെയാണ് ആര് പറഞ്ഞത്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. കണ്ടില്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച ഒരു വിഷയം വളരെ കൃത്യമായിട്ടത് പറഞ്ഞു എന്നതുകൊണ്ട് സലാം സുല്ലമി പറയുന്ന ആശയക്കാരനാക്കി. ഒരാൾ വഹാബിയാകലപ്പോഴാണ് വഹാബി ആശയം പറയുമ്പോഴല്ലേ, അത് വിശ്വസിക്കുമ്പോഴല്ലേ. അല്ലാതെ ഒരാളുടെ കുടുംബം നോക്കിയോ അല്ലെങ്കിൽ അയാളുടെ ശാരീരിക പ്രകൃതി നോക്കിയോ ഒരാൾ വഹാബിയാണോ സുന്നിയാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സലാം സുല്ലമി പറഞ്ഞ അതേ ആശയമാണ് സയ്യിദുൽ ഉലമയും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സലാം സുല്ലമിയെപ്പോലെ വഹാബിയായിപ്പോയി ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാണല്ലോ ഈ നൗഷാദ് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ ആലോചിക്കണം, ഈ മൗലവിമാർ ഇവര് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമായെ അവര് ദീന് തുറന്നു പറയുന്നത് എപ്പോഴാണോ അപ്പോൾ ഈ മൗലവിമാർ അവരെ പിടിച്ച് വഹാബികളാക്കും. അല്ല, അത് കേരളത്തിലുള്ള പണ്ഡിതന്മാരായിക്കൊള്ളുന്നില്ല. ലോകതലത്തിൽ എവിടെ ആലിമീങ്ങളുണ്ടോ, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളുണ്ടോ, കഴിഞ്ഞു പോയ ആലിമീങ്ങളുണ്ടോ, അവരൊക്കെ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ പറയുന്ന ഈ കള്ള ആശയത്തിനെതിരാണെങ്കിൽ അവരെ വഹാബിയാക്കും. അതിനാണ് ഞാൻ നേരത്തെ ആ മുഹഖിഖിന്റെ വിഷയം പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ദീനിനെ സംബന്ധിച്ച് കൃത്യമായി പഠിച്ച പണ്ഡിതന്മാർ ഒരു വെള്ളം ചേർക്കലുമില്ലാതെ ദീന് തുറന്നു പറയുമ്പോൾ അത് വഹാബിസമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വിശദമായ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ മൗലവി തന്നെ ഫത്ഹുൽ ബാരിയെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാം. വയസിഹു, നിങ്ങൾ വായിച്ചതിന്റെ നേരപ്പുറത്തെ പേജ്, വയസിഹു ഇത്ലാഖ്
അന്ന കുല്ല മൻ റആഹു ഫീ ഹയ്യി ഹാല, ഏത് രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാലും കാനത്ത് മിൻ ദാലിക ഫഖദ് റആഹു ഹഖീഖ, യഥാർത്ഥത്തിൽ തന്നെ കണ്ടത് ആരെയാണ്? മുത്ത് റസൂൽ സല്ലല്ലാഹു. അപ്പോ ഫത്ഹുൽ ബാരിയുടെ പേരിൽ പച്ചക്കളവാണ് നടത്തിയത്, വമ്പൻ അട്ടിമറിയാണ് നൗഷാദ് നടത്തിയത്. ഫി അയ്യി ഹാലത്തിൻ എന്ന് പറഞ്ഞിട്ട് കാനത്ത് മിൻ ദാലിക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇവിടെ വെച്ചത് മൗലവി, അതിന്റെ അർത്ഥമാണ് വിഴുങ്ങി അല്ലേ? കാനത്ത് മിൻ ദാലിക എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏതിൽപ്പെട്ട? അതെങ്ങോട്ടാണ് ആ ദമീർ പോകുന്നത്? അതോടൊപ്പം വയസിഹു എന്ന് പറയുമ്പോൾ യസിഹു എന്നല്ലോ വയസിഹു എന്നാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചർച്ചയുടെ ഒരു അവസാനം ആണ് ആ പറയുന്ന വിഷയം. അപ്പം അതിൻ്റെ മുമ്പ് വായിക്കാതെ ഇവൻ ആവശ്യമുള്ള ഭാഗം മാത്രം പറഞ്ഞിട്ട് ഇവൻ പറയുന്ന കള്ളത്വരീഖത്തിൻ്റെ കള്ളാശയം ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? അതിൻ്റെ മുമ്പേ 2-3 വരി അങ്ങോട്ട് വായിച്ചാൽ വയദ്ഹറു ലീ ഫി തൗഫീഖ് ബൈന ജമീഇ മാ ദകറൂഹു, മുമ്പ് പറഞ്ഞ വലിയ ഒരു ചർച്ചയുണ്ട്. ഇമാമുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ആ ചർച്ചകളിൽ എന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സിഫത്തുകൾ മാത്രമുണ്ടായാലും അത് മുത്തുനബി തന്നെയാണെന്ന് ഉറപ്പിക്കാം. വേറെ ചിലർ പറഞ്ഞു അല്ല, റസൂലുള്ളാഹിന്റെ മുഴുവൻ സിഫത്തും വേണം. ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ജമ്മ ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, അന്നമൻ റആഹു അലാ സിഫത്തിൻ, റസൂലുള്ളാഹി തങ്ങളെ ഒരു വിശേഷണം, അവിടുത്തെ ഒറ്റ സിഫത്ത് മാത്രം ഉണ്ടായിട്ട് ഒരാൾ കണ്ടാൽ, ഔ അക്സറ അല്ലെങ്കിൽ ഒന്നിലധികം വിശേഷണങ്ങളിൽ ഉണ്ടായിട്ട് കണ്ടാൽ, മിമ്മാ യഖ്തസു ബിഹി, റസൂലുള്ളാഹി തങ്ങളുടെ മാത്രം പ്രത്യേകത, വേറെ ആരുടെയെങ്കിലും പ്രത്യേകത അല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത, അത് ഒറ്റ സിഫത്താണെങ്കിലും ഫഖദ് റആഹു, അവൻ റസൂലുള്ളാഹി തങ്ങളെ തന്നെയാണ് കണ്ടത്. വലൗ കാനത്ത് സായിറു സിഫാത്തി മുഖാലിഫത്തൻ, മറ്റുള്ള വിശേഷണങ്ങളൊക്കെ എതിരാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണത്തോട് ഒന്നെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ സ്വപ്നം തന്നെയാണ്. വഅലാ ദാലിക ഫതതഫാവതു الرؤيا من رآه فمن رآه على هيئته الكاملة فرؤيا الحق الذي لا يحتاج إلى تعبير. അങ്ങനെ വരുമ്പോൾ ഈ സ്വപ്നം കാണുന്നവർ അവരാരാണ്, എങ്ങനെയാണ് കണ്ടത് എന്നതിനനുസരിച്ച് അവരുടെ സ്വപ്നത്തിൻ്റെ അതിൻ്റെ ഗ്രൈഡുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. റസൂലുള്ളാഹിന്റെ പൂർണ്ണമായ വിശേഷണത്തോടെയാണ് കണ്ടതെങ്കിൽ അവിടെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ഇനിയോ വമഹ്മാ നഖസ മിൻ സിഫാത്തിഹി ഫയദ്ഖുലു തഅ്വീലു ബിഹസബി ദാലിക, എന്നാൽ ചില വിശേഷണങ്ങൾ കുറഞ്ഞു കണ്ടാലോ അവിടെ ചില വ്യാഖ്യാനങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ് വയസ്ഹു ഇത്ലാഖു അന്ന കുല്ല മൻ റആഹു ഫീ അയ്യി ഹാലത്തിൻ കാനത് മിൻ ദാലിക, ഈ പറഞ്ഞ രൂപത്തിൽ അഥവാ റസൂലുള്ളാഹിന്റെ മുഴുവൻ വിശേഷണങ്ങളോടുകൂടെയും കാണുക, അല്ലെങ്കിൽ ചില വിശേഷണങ്ങൾ അഥവാ ഒരു വിശേഷണമെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ ഒരു വിശേഷണമെങ്കിലും ഉണ്ടായ രൂപത്തിൽ കാണുക. ആ രൂപത്തിൽ ഒലാല റസൂലുള്ളാഹി തങ്ങളെ ഏത് രൂപത്തിൽ കണ്ടാലും വളരെ വ്യക്തമല്ലേ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കാനത്ത് മിൻ ദാലിക എന്ന് പറഞ്ഞ ആ വിശദീകരണമാണ്. ആ രൂപത്തിൽ ആ പറഞ്ഞ വിശദീകരണത്തിൽ ഏത് രൂപത്തിൽ കണ്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്. അതിനെ മൗലവി തനിക്ക് വേണ്ടി അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഇമാമുകൾ വിശദീകരിച്ചു വന്ന വിഷയമാണ്. ഇനി നോക്കണം നമ്മൾ, ഇവിടെ മൗലവി അയാൾക്ക് വേണ്ടി ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ ആ കാണുന്നതിൻ്റെ നിബന്ധനകൾ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകൾ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഴുവൻ വിശേഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ചില വിശേഷണങ്ങൾ മാത്രം ഉണ്ടാകണം. ഇനി ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം മനസ്സിൽ ഒരു ഇഅ്തിഖാദ്, ഒരു ഉറപ്പ് കിട്ടണം. ഈ 3 രൂപത്തിലല്ലാതെ കാണപ്പെടുന്ന വ്യക്തി റസൂലുള്ളാഹിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അത് ജിഫ്രി തങ്ങളടക്കമുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പറഞ്ഞു. എന്നാൽ കോമാട്ട് ജാലിൽ അബ്ദുള്ള പറയട്ടെ,
അതുകൊണ്ട് അള്ളാന്റെ റസൂലാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് തന്നെ ശൈത്താൻ വരിക എന്ന ബാബ് തന്നെ അടച്ചു പൂട്ടൽ നിർബന്ധമാണ്. അത്രയും അള്ളാഹു അള്ളാന്റെ റസൂലിനെ കാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു കാലത്തും വരൂല. എത്ര പാവപ്പെട്ടവനായാലും സാധാരണക്കാരനായാലും ദോഷിയായാലും ഒന്നും വരൂല. ഏതോ ഒരു തന്നെ അങ്ങനെ വരും. അത് ഇത് തന്നെ വസ്വാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓന് വേറെന്തോ സൂക്കേട് തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓന് സൂക്കേട് വേറെന്തോ തുടങ്ങിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ശർറ് പിടിച്ച കൂട്ടരിൽ നിന്ന് നമ്മളെ ഈമാൻ അല്ലാഹു കാക്കട്ടെ. അപ്പോ കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥത്തിൽ പുത്തൻവാദം. ഇത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. അത് ഈ കള്ളന്മാർ പറയുന്നതാണ്. ഈ കള്ളന്മാർക്ക് ഇത് പറയുന്നത് കൊണ്ട് വലിയ ലക്ഷ്യമുണ്ട്. ഇവരുടെ കള്ളത്തരീഖത്തിലേക്ക് ജനങ്ങളെ പിഴപ്പിച്ചു കൊണ്ടുപോകലാണ്. അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളയാണെന്ന് ധ്വനിപ്പിച്ച് നിറന്താ മൗലവി അർത്ഥം? ശൈത്വാൻ വന്നിട്ട് അന റസൂലുള്ള എന്ന് പറയൂല എന്നാണോ? എന്നാൽ അത് ഇമാമുകൾ പറഞ്ഞതല്ല. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മഹാന്മാർ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയും അതോടൊപ്പം ഇമാമുകൾ അത് വിശദീകരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ വളരെ കൃത്യമായി പറയുകയും ചെയ്തതാണ്. എന്നാൽ ഈ വിശദീകരണങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും കൊടുക്കാതെ പാച്ചയിൽ കളവ് പറയുകയാണ് ഈ മൗലവിമാർ. അപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെയും വഹാബിയാക്കി. നൗഷാദ് പറയട്ടെ. ഇനി അപ്പൊ നിങ്ങളെ തലയിലേക്കാണ് അത് ആദ്യം വരുന്നത്. എന്താ പറഞ്ഞ്? ആ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ വന്നാൽ എന്നാണ്. ഇതര രൂപങ്ങളിൽ വന്ന് ഞാൻ റസൂലാന്ന് പിശാചിന് പറയാം. അതുപോലെ തന്നെ കണ്ടവർക്കല്ലേ ഉറപ്പ് കിട്ടുള്ളൂ. ഇതിനെയാണ് നിങ്ങളുടെ ആളുകൾ ഖണ്ഡിച്ചത്. അപ്പൊ ആദ്യം അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. പേരോടത്ത് റഹ്മാൻ സഖാഫിക്ക് അദ്ദേഹത്തിന്റെ ബിദ്അഈവാദത്തിന് നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ് മറന്നുപോവാണ്. ആ ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല മൗലവി. കളവ മൗലവിയോടെയും പറഞ്ഞത്, ഇവിടെയും കളവ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ കാണണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, ഞാൻ നേരത്തെ വായിച്ചെന്നില്ലേ, ഈ ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരിയിൽ പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ ഫഖാലു ഫിൽ ഹദീസി, ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്ന മഹല്ല ദാലിക ഇദാ റആഹു റായി അലാ സൂറത്തിഹി അല്ലതി കാന അലൈഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ ഹയാത്ത് കാലത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു രൂപത്തിൽ കണ്ടാൽ മതി. വമിൻഹും മൻ വയ്യഖൽ ഖറള ഫീ ദാലിക, ചിലർ ഒന്നും കൂടി കണിശമായി അതിനെ കുടുസാക്കി പറഞ്ഞിട്ടുണ്ട്. ഹത്താ ഖാല ലാ ബുദ്ദ അൻ യറാഹു അലാ സൂറത്തിഹി അല്ലതി ഖുബില അലൈഹാ ഹത്താ യുഅ്തബറ അദദു ശഅറാത്തിൽ ബീളി അല്ലതി ലം തുബ്ലിഉ 20 ശഅറാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 20-ലധികം താടി രോമങ്ങൾ നിരച്ചിട്ടില്ല. ആ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി തങ്ങളെ കാണണം എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഏത് രൂപത്തിൽ കണ്ടാലും റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. ആ രൂപത്തിൽ വന്നിട്ട് പിശാചിന് കളവ് പറയാൻ കഴിയൂല എന്നാണ് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ ആലിമീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പിശാച് വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് റസൂലാണ് എന്ന് കളവ് പറയില്ല എന്ന് നമ്മുടെ ആലിമീങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്നാണ് മൗലവി ഇതിലൂടെ വരുത്തി തീർക്കുന്നത്. അപ്പം അത് കളവാണ്. കളവ് മാത്രമല്ലേ ഇയാൾ പറയുള്ളൂ. വെറും കളവും വഞ്ചനയും മാത്രമാണല്ലോ ഇവരുമാരുടെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് തന്നെ ഈ കളവും വഞ്ചനയും മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവരെ പറയുന്നത് മുഴുവനും വ്യാജമായിരിക്കും, ഇവർ പറയുന്നത് മുഴുവനും കളവായിരിക്കും. ഇമാമുകൾ പറഞ്ഞത് മൂടിവെച്ച് ഇവർക്ക് തോന്നിയതുപോലെ ദീന് പറയാൻ ശ്രമിച്ചപ്പോൾ അതിന് തടയിട്ടു എന്നതാണ് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ ഇവൻ കൊണ്ട് നടക്കുന്ന ഈ വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ മാനദണ്ഡം. അത് തന്നെയാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വഹാബി എന്ന് വിളിക്കാൻ ഈ മൗലവിയെ ഈ തോന്നിവാസത്തിന് പ്രേരിപ്പിച്ചതും അത് തന്നെയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ
അവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും ആ സംഘടനയിൽപ്പെട്ട ഏത് ആലിമിനെയും സാദാത്തീങ്ങളെയും മൗലവി താങ്കൾ ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ നടത്തി അപമാനിക്കാൻ ശ്രമിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികളായ ഞങ്ങൾ പ്രതികരിച്ചിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് അതിനോട് പറയാനുള്ളത്. അത് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും മറ്റു സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയോ സാദാത്തീങ്ങളെയോ അവർ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു എന്ന കാരണം കൊണ്ട് അവരെ അധിക്ഷേപിക്കുവാനും ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും നിന്ദിക്കുവാനും നിന്റെ ഏത് പിശാചിന്റെ ഹളറത്തുനിന്ന് വിവരം കിട്ടിയിട്ട് പറയുകയാണെങ്കിലും ശരി, സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ പ്രതികരിച്ചിരിക്കും. നിന്റെ ഈ തോന്നിവാസം കാപ്പട്ടിയും ഇവിടെ തുറന്നു പറഞ്ഞിരിക്കും. നീ എന്താ മനസ്സിലാക്കിയത്? അപ്പുറത്തെ സമസ്തയിലുള്ള ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ, സയ്യിദുൽ ഉലമയെ അധിക്ഷേപിച്ചാൽ ഞങ്ങൾ സംഘടന വൈജാത്യം പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് മനസ്സിലാക്കിയോ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ ഷെയ്ഖും വിഡ്ഢികളുടെ സ്വർഗരാജ്യത്തിലാണെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമിനെയും ചീത്ത പറയാൻ ഇവിടെ അനുവദിക്കുകയില്ല, ഒരു ആലിമിനെയും നിന്ദിക്കാൻ അനുവദിക്കുകയില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്ത് സുന്നത്ത് ജമാഅത്ത് പറയുന്നിടത്ത് ഒറ്റക്കെട്ടാണെന്ന് നൗഷാദും നൗഷാദിന്റെ കുരുവട്ടൂരിയൻ സംഘങ്ങളും അവന്റെ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള അടക്കമുള്ള സർവ്വ മൗലവിമാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ ഏതെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾക്കത് നടത്തിക്കളയാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ ഉടനെ മാറ്റിവെച്ചേക്കണമെന്നാണ് നൗഷാദിനോട് പറയാനുള്ളത്. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്ത് പറയാൻ ഇവിടെ ഞങ്ങൾക്ക് സംഘടന പ്രശ്നമില്ല, സംഘടനാ വൈജാത്യങ്ങൾ അതിന് തടസ്സമില്ല എന്ന് നൗഷാദിന് ബോധ്യപ്പെടണം. ആ വസ്തുത നൗഷാദ് മനസ്സിലാക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 6ാമത്തെ കിതാബ് മഹാനരായ ഹാഫിദുൽ മുനാബിയുടെ ഫൈദുൽ ഖദീർ. അത് വായിക്കാൻ കാരണം അതിലുള്ള ആശയം ചിലർ തെറ്റിപ്പിച്ചു വായിക്കുന്നത് കണ്ടു. എങ്കിൽ മഹാനവറുകൾ പറയുന്നത് വലാഹിറുൽ ഹദീസ് അന്ന റുഅ്യാഉ സ്വഹീഹ വഇൻ കാന അലാ ഗൈരി സിഫത്തിഹിൽ മഅറൂഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ലാതെ കണ്ടാലും അത് ശരിയായ സ്വപ്നമാണ്. കണ്ടില്ലേ നിങ്ങൾ? അതാണ് ഇമാം ഹാഫിദുൽ മുനാബിയുടെ ഫൈദുൽ ഖദീർ. പിന്നെ ബുദ്ധിപരമായി അത് നടക്കുമോ എന്നൊരു ചോദ്യത്തിന് ലാ യംതനിഉ അഖ്ലൻ, ബുദ്ധിപരമായി അങ്ങനെ പിശാചിന് വരാം, റസൂലാന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷെ ബുദ്ധിപരമായി വന്നതുകൊണ്ട് കാര്യമില്ല, ശറഇൽ അത് പറ്റൂല എന്ന് റസൂല് പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ബുദ്ധി കൊണ്ട് കാര്യമുണ്ടോ? ഇനി കേട്ടോ 7ാമത്തെ കിതാബ് ഫൈദുൽ ഖദീറിന്റെ പേരിൽ ഒരു വലിയ അബദ്ധമാണ് മൗലവി പറഞ്ഞത്. ഭീകരമായ അട്ടിമറിയാണ് നടത്തിയത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മറ്റാരെങ്കിലും രൂപത്തിൽ വന്ന് ശൈത്വാൻ റസൂലാണെന്ന് കളവ് പറയില്ല എന്ന് ഒരു ഹദീസിലും മുത്തുനബി പറഞ്ഞിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നു. ഇനി ഫൈദുൽ ഖദീറിൽ എന്താ പറഞ്ഞത്? ഫൈദുൽ ഖദീറിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഞാനിവിടെ വായിക്കാം. ഈ മൗലവിമാരുടെ മുഴുവൻ തോന്നിവാസങ്ങളെയും പിടിച്ചു കെട്ടിയിട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീറിൽ ഇബാറത്ത്. സുഇല ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, അൻ റജുലിൻ സഅമ അന്നഹു റഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടു എന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ വരുന്നു. അദ്ദേഹത്തോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമർ ഉമ്മത്തി ബിസ്വിയാമി സലാസത്തി അയ്യാം വഅൻ യുഅയ്യിദു ബഅദഹാ വയഖ്തുബു ഫഹൽ യജിബു സൗം. അദ്ദേഹത്തോട് റസൂലുള്ള 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു എന്ന് വന്ന് ഒരാൾ പറഞ്ഞാൽ നോമ്പെടുക്കൽ നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തുടരുകയാണ്, വഹൽ യംതനിഉ അൻ യതസമ്മാ ഇബ്ലീസു ബിസ്മിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് റസൂലുള്ളാഹി തങ്ങളാണ്, ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വരാൻ പിശാചിന് കഴിയില്ല എന്നുണ്ടോ? വയഖൂലു ലിന്നായിമി ഇന്നഹു നബിയ്യു അലൈഹി സ്വലാത്തു വസ്സലാം, എന്നിട്ട് ഉറങ്ങുന്നവനോട് പറയാ ഞാൻ റസൂലാണ്. ശൈത്വാൻ വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് പറയാൻ ശൈത്വാന് കഴിയൂല എന്നുണ്ടോ? വയഉമറുഹു ബിത്വാഅത്തിൽ യതവസ്വല ബിദാലിക ഇലാ മഅസിയത്തിൻ, എന്നിട്ട് അവനോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുക, അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. ഇതുപോലെ കമാ യംതനിഉ അലൈഹി തശക്കുലു ഫീ സൂറത്തിഹി ശരീഫത്തി അംലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട രൂപത്തിൽ രൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയൂലല്ലോ.
അത് പിശാചി രൂപം പ്രാപിക്കുക എന്നത് അസംഭവ്യമാണല്ലോ. എന്നതുപോലെ മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് കളവ് പറയാൻ പിശാച്ചിന് കഴിയില്ല എന്നുണ്ടോ? അതും അസംഭവ്യമാണെന്നുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ടവരോട് ചോദ്യം. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരും പറയുന്നു, അങ്ങനെ ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടു, റസൂൽ നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നോമ്പ് നിർബന്ധമാകൂല, നോമ്പ് വലാ ഗൈറുഹു മിനൽ അഹ്കാമി ബിമാ ദുക്കിറ, അങ്ങനെ ഒരു ഹുക്മും അവിടെ ബാധകമാകുന്നില്ല. മാത്രവുമല്ല ശർഇന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കാണുന്നവനക്ക് പോലും അതിനെ അവലംബിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യസ്ബുതു ബിഹാ ശൈഉം മിനൽ അഹ്കാമി, അങ്ങനെ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടി എന്നതുകൊണ്ട് ഒരു ഹുക്കുമും അവിടെ സ്ഥിരപ്പെടുകയുമില്ല. എന്താണ് കാരണം? ഇതിലായം തനിയു അഖലൻ സാധ്യത, അഖലൻ അസാധ്യമല്ലല്ലോ, അഥവാ അഖലിയായ മുഹാലൊന്നുമല്ല. ഇബ്ലീസ് ബിസ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച് ഞാൻ റസൂലാണ് എന്ന് കളവ് പറഞ്ഞവരിൽ ഒരു അസംഭവ്യമായ കാര്യമല്ല, സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തിലൂടെ കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് ഹുക്കം സ്ഥിരപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറയാണ്. എന്താ കാരണം? പിശാച് അങ്ങനെ കളവ് പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വളരെ വ്യക്തമായ ഇബാറത്തല്ലേ, ലിയഖൂല ലിന്നാഇമി ഇന്നഹു നബിയ്യു. ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങൾ പറയുന്നു, അങ്ങനെ പിശാച് അങ്ങനെ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് കളവ് പറയും പിശാച്, അതിന് സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് ഫൈദുൽ ഖദീറിൽ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇത് ഇമാമുകൾ വിശദീകരിച്ചു, അത് ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീറിൽ മാത്രമാണോ? അല്ല, പിന്നെയോ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു തന്റെ നസ്വിഹത്തുൽ ലബീബിലും ഈ ആശയം വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത്? യഅലം അർഷദക്കല്ലാഹ്, വളരെ കൃത്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നീ ഖദ് കുൻതു നഖൽതു ലക മുശാഫഹതൻ, നിന്നോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്നഹു ലാ ഇബ്റത ബിഖൗലിൽ മർഇ ഫിൽ മനാമി അനൻ നബിയു, സ്വപ്നത്തിൽ ഒരാൾ വന്ന് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞ ആരോടായി പറയുന്നത്? ആ പറയുന്നവന്റെ വാദം എന്തായിരുന്നു? അത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വഖുൽത ഇന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യഖൂല അന്നഹു നബിയ്യുൻ, ഞാൻ നബിയാണ് എന്ന് പറയാൻ പിശാചിന് കഴിയൂല എന്ന് വാദിച്ച ഒരാളോടാണ് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ഇമാമുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണ്, പിശാച് വന്ന് റസൂലാണ് എന്ന് കളവ് പറയും, അത് കളവ് പറയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും ഈ മൗലവിമാർ എത്ര ഇമാമുകളുടെ പേരിൽ ആ കളവ് പറഞ്ഞത്, ഇമാമുകൾ എഴുതി വെച്ച ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര ആലിമികളെയാ ചീത്ത പറഞ്ഞത്, എത്ര സാദാത്തുകളെയാണ് ഇവൻ വഹാബിയാക്കി മാറ്റിയത്. അള്ളാഹുവിനെ ഭയമില്ലേ മൗലവി? മരിച്ചു പോകണമെന്നൊരു ചിന്തയില്ലേ മൗലവി? സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും അവർ സുന്നത്തി ജമാഅത്ത് തുറന്നു പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരെ വഹാബി എന്ന് വിളിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? ഇത് നിനക്ക് എവിടെ നിന്നാണ് നിർദ്ദേശം കിട്ടുന്നത്? ഏത് പിശാചിന്റെ ഹദറത്ത് നിന്നാണ് നിർദ്ദേശം കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ നൗഷാദിനെയും നൗഷാദിന്റെ കൂടെയുള്ള മുഴുവൻ കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാരെയും ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ ആശയം സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളും സദാത്യങ്ങളും പറഞ്ഞതിന്റെ പേരിൽ അവരെ വഹാബികളെന്ന് വിളിക്കാൻ മാത്രം തോന്നിവാസികളായി പോകാൻ പാടില്ല നിങ്ങൾ. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത് തന്നെയാണ് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെയും ഈ 10-13 കൊല്ലമായി മൗലവി നടത്തിക്കൊണ്ടിരുന്നത്. എന്തിനായിരുന്നു നമ്മുടെ ആലിമീങ്ങളെ വഹാബി എന്ന് വിളിച്ചത്? എന്തിനായിരുന്നു നമ്മുടെ ആലിമീങ്ങളുടെ കിതാബ് ഇവൻ വലിച്ചെറിഞ്ഞത്? എന്തിനായിരുന്നു നമ്മുടെ നിസ്വാർത്ഥരായ ഉലമാഇന്റെ പേരിൽ എല്ലാ തെരുവാന്തരങ്ങളിലും നടന്ന് അമ്മിയും കലവുമായി കൊണ്ട് നടന്ന് നമ്മുടെ ഉലമാഇനെതിരെ ആക്ഷേപവർഷം നടത്തിയത് എന്തിനായിരുന്നു? സുന്നത്തി ജമാഅത്തിന്റെ ആശയം പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട്. ആ സുന്നത്തി ജമാഅത്ത് പറഞ്ഞപ്പോൾ, ദീന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ മുശ്രിക്കീങ്ങൾ കല്ലെറിഞ്ഞതുപോലെ നമ്മുടെ ആലിമീങ്ങളെയും ആക്ഷേപവർഷം നടത്തി മൂലക്കിരുത്താമെന്ന് നിന്റെ ഏതെങ്കിലും ശൈത്വാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ പിശാചിന്റെ കൂടെ അവന്റെ കൂടെ നീ ഏതെങ്കിലും വഴി നോക്കിപ്പോയിക്കോ എന്നല്ലാതെ ഞങ്ങളെ ആലിമീങ്ങളെ അവരുടെ ദീനീ പ്രബോധന രംഗത്ത് നിന്ന് വഴിമാറ്റി നടത്താമെന്നൊരു ദുർമോഹം നിനക്കുണ്ടെങ്കിൽ അതിവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് നൗഷാദിനോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട്
എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീകളും സാദാത്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഏതായിക്കോട്ടെ, അത് സംഘടനാ കാര്യങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ സംബന്ധിച്ച് വഹാബിയാണെന്ന് വിളിക്കുകയോ? അതുകൊണ്ട് ഇവന്മാരുടെ തനിനിറം മുഴുവൻ മുഅ്മിനീങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ മഹാന്മാരുടെ കിതാബിൽ എത്ര തവണയാണ് ഇവർ തിരിമറി നടത്തിയത്, എത്ര തവണയാണ് അട്ടിമറി നടത്തിയത്. നോക്ക് നിങ്ങൾ, 1-2 ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പച്ചയിൽ ഖുർആനിനെ അർത്ഥം മാറ്റി ഖുർആനിന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞില്ലേ? അല്ലാഹ് റസൂലിനോട് സംസാരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, റോം സാമ്രാജ്യം ഫത്ഹായി, വിജയിച്ചു കഴിഞ്ഞു. അപ്പോഴേക്ക് അബൂജഹലും എല്ലാവരും ഇളകി, എന്ത് റോം വിജയിക്കേ? ഏടെ വിജയിക്കണ്? മക്കൻ തന്നെ കിട്ടാത്ത കാലത്താ റോമാ സാമ്രാജ്യത്തിന്റെ വിജയം ഖുർആൻ പറയുന്നത്. വിജയിച്ചു ഉടനെയൊന്നും കൂടിയല്ല, വിജയിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോ പരിശുദ്ധ ഖുർആന്റെ പേരിൽ പച്ചക്കളവല്ലേ പറഞ്ഞത്? ഒലിബത്തിർ റൂം എന്ന് പറഞ്ഞാൽ റോം പരാജയപ്പെട്ടു എന്നാ ഖുർആൻ പറഞ്ഞത്. എന്നാൽ അതിനെ നേരെ ഓപ്പോസിറ്റാണ് മൗലവി പറഞ്ഞത്. എന്താ പറഞ്ഞത്? റോം വിജയിച്ചു. ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീസാൻ ഓതിക്കൊടുത്ത് ഞാൻ മാലി മാറൂഫും മാലി മജ്ഹൂരൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ അതിനെ മൗലവിൻ്റെ മറുപടി വന്നിട്ടില്ല, പറയാൻ കഴിയുകയുമില്ല. ഇങ്ങനെ മൗലവി നടത്തിയ ഈ ഖുർആനിലും ഹദീസിലും ഇമാമുകളുടെ കിതാബുകളിലുമായി നടത്തിയ ഭീകരമായ 10ഓളം അട്ടിമറികളെ സംബന്ധിച്ച് എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇനി ഇവന്മാരുടെ കോമാട്ടിജാലിൽ അബ്ദുള്ള, ആ അബ്ദുള്ള നടത്തിയ മറ്റൊരു കളവ് നിങ്ങൾ നോക്കൂ. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമാട്ടിജാലിൽ പറയട്ടെ. എപ്പോഴെങ്കിലും സംസാരിക്കല്ല, തുടക്കം മുതൽ മരണം വരെ, വഫാത്ത് വരെ അവരെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. ഓനെ അംഗീകരിക്കാൻ കഴിയാന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. അല്ലാണ്ട് നിക്കാനും നോമ്പും നിലനിർത്താന്നുള്ള അല്ല ഇസ്തിഖാമത്ത്. കണ്ടോ നിങ്ങള്? അപ്പൊ വളരെ വ്യക്തമാണ്, നിസ്കരിക്കലും നോമ്പൊലുക്കലൊന്നും അല്ല ഇസ്തിഖാമത്ത്. വസ്തഖിം കമാ ഉമിർത, പരിശുദ്ധ ഖുർആനിൽ ഇസ്തിഖാമത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ സുമ്മസ്തഖാമു എന്നേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ പറഞ്ഞത് ഇബാദത്തുകളിലായിട്ട് നിലനിൽക്കുക എന്നതാണ്. ഇമാമുകൾ വിശദീകരിച്ചു. എന്നാൽ കോമാട്ടിജാലിൽ അബ്ദുള്ള പറയുന്നു, നിസ്കാരവും നോമ്പും നിലനിർത്തലല്ല ഇസ്തിഖാമത്ത്, അവനെപ്പോലുള്ള കള്ളന്മാരുടെ കൂടെ നടന്ന് അവരുടെ ഇല്ലാത്ത മദ്ഹുകൾ പറഞ്ഞ് നടക്കലാണെന്നാണ്. ഇത് ഏത് കിതാബിലാണ് ഉഷാദെ പറഞ്ഞത്? ഏത് കിതാബിലാ പറഞ്ഞത്? കോമാട്ടിജാലിൽ അബ്ദുള്ള മാളത്തിൽ നിന്നും പുറത്തു വന്ന കിതാബിന്റെ ഇബാറത്ത് വായിക്കണം. എന്തേ ഇതുവരെ വായിക്കാതെ പോയത്? ഞാൻ എത്ര തവണ വായിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വസ്തഖിം കമാ ഉമിർത എന്ന് പറഞ്ഞ് ആയത്തിന്റെ വിശദീകരണത്തിൽ, അതുപോലെ തന്നെ സുമ്മസ്തഖാമു എന്ന് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്ക് ഇസ്തിഖാമത്തിന്റെ വിഷയത്തിൽ 2 അഭിപ്രായം പറയാനുണ്ട്. അന്നൽ മുറാദ മിൻഹു അൽ ഇസ്തിഖാമത്തു ഫിദ്ദീനി വത്തൗഹീദി വൽ മഅരിഫ, വിശ്വാസകാര്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകലാണ് ഇസ്തിഖാമത്ത്. അതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അന്നൽ മുറാദ മിൻഹു അൽ ഇസ്തിഖാമത്തു ഫിൽ അഅമാലി സ്വാലിഹത്തി. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയാണ്, നിസ്കാരവും നോമ്പടക്കമുള്ള ആരാധനകൾ നിലനിർത്തി പോകലാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. വസ്തഖിം കമാ ഉമിർത എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, വസ്തഖിം അൻത വമൻ ഇത്തബഅക അലാ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി നിലനിന്ന് പോകലാണ് ഇസ്തിഖാമത്ത്. ഇമാമുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കോമാട്ടിജാലിൽ അബ്ദുള്ള പറയുന്നത് നിസ്കരിക്കലും നോമ്പൊലുക്കലൊന്നുമില്ല, പിന്നെയോ അവന്റെ ഇല്ലാത്ത കുറെ മദ്ഹ് പറഞ്ഞ് നടക്കണമെന്നാണ്. ഇത് ഏത് മതമാണ് മൗലവിമാരെ? ഇത് ഏത് മതമാണ്? ഇനി നോക്ക് നിങ്ങൾ, ഒരൊറ്റ ഒന്നും കൂടി ഞാൻ സാമ്പിളിൽ കാണിക്കാം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെഴുതി വെച്ച കിതാബ് അൽ മിനനുൽ കുബ്ര, ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ മൗലവി നടത്തിയ ഏറ്റവും വലിയൊരു അട്ടിമറിയുണ്ട്. ഇമാം ഷഅറാനിയുടെ അൽ മിനനുൽ കുബ്രയിലുണ്ട് എന്ന് പറഞ്ഞൊരു ഇബാറത്തും അതൊന്ന് വെച്ചുകൊടുക്ക്. പുണ്യമുള്ളതാണ്, മഹാന്മാരെ അനുസ്മരിക്കൽ വളരെ പുണ്യമുള്ളതാണ്. പക്ഷേ
അവിടെയെല്ലാം ഇസ്ലാമിക നിയമങ്ങളും ആദാബുകളും പാലിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയുകയാണ്, നമ്മളുടെ മശായിഖന്മാർ നമ്മളിൽ നിന്ന് ചില കരാറുകൾ വാങ്ങി. ആ കരാർ എന്താണ്? ആ കരാറ് അഹിദ അലൈനൽ ഹൂദ് അല്ലാ നുമക്കിന അഹദൻ മിൻ ഇഖ്വാനിനാ യുസ്രീ ലിമൻ യഹ്ദു അലാ അഹദ മിനൽ ഔലിയാ കായിന മാ കാൻ വലാ നുമക്കിനുഹും മിൻ ദിക്രി കറാമാതിഹിം വമനാഖിബിഹിം ബിഹദ്റതി മൻ യുൻകിറു അലൈഹിം فيكون ذلك سببا لزيادة المقتل المنكر ولتنقيص ذلك الولي وحكم من فعل ذلك കറാമത്ത് പറയാൻ പരിധി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാ അത് വിശദീകരിച്ച്, അഥവാ മഹാന്മാരുടെ കറാമത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആ മഹാന്മാർ ഇകഴ്ത്തപ്പെടാൻ അത് കാരണമാകരുത്. ആ മഹാന്മാരെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് അത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ മഹാന്മാർ നിന്ദിക്കപ്പെടാനാണ് കാരണമാവുക എന്ന് ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്ത്, ആ ഇബാറത്ത് ഉസ്താദ് അവറുകൾ വിശദീകരിച്ചപ്പോൾ മൗലവിന്റെ വെല്ലുവിളി ഞാൻ ചോദിക്കാം വളരെ മാന്യമായി. മിനനുൽ കുബറയിൽ പറഞ്ഞു എന്ന് പരസ്യമായി മൈക്ക് കെട്ടിയല്ലേ ആ ഇബാറത്ത് വായിച്ച്? അങ്ങനെ ഒരു ഇബാറത്ത് ഇമാം ശഅറാനി തങ്ങളുടെ അൽമിനനുൽ കുബറയിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. 100 പ്രാവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. അതിന് കിതാബ് കാണിച്ചു തന്നാൽ തിരിയോ? എനിക്ക് മൗലവി കിതാബിന് എനിക്ക് തിരിയോ? എങ്കിൽ കണ്ടോളൂ, ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽമിനനുൽ കുബ്ര, ആ കിതാബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമിമ്മ അൻഅമല്ലാഹു തബാറക വതആല ബിഹി അലയ്യ ഹിഫ്ദുൽ അദബി മഅ ശിയാഖി വഅസ്ഹാബി. അല്ലാഹു തആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മശായിഖന്മാരുമായി അവരോട് അദബോടുകൂടെ നിൽക്കുക എന്നത്. എനിക്ക് അല്ലാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകി. എന്താണ് അദബ്? ഫലാ അംദഹുഹും ഇല്ലാ ബിഹദ്റതി മൻ യഅതഖിദുഹും. അവരുടെ മദ്ഹ്, അവരുടെ മഹത്വം മനസ്സിലാക്കുന്നവരുടെ മുമ്പിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. വലാ ഉബാലിഉ ഫീ തഅലീമിഹിം കുല്ല ദാലിക തഅലീം ബിഹൈസു യബ്ഖാ ഇൻദന്നാസി ഹസാസതൻ ഔ ഹസാസത്തുൻ ഔ ഇൻകാറുൻ അലയ്യ. അവരെ നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നവരുടെ മുമ്പിൽ ഞാൻ അവരെക്കുറിച്ച് അമിതമായ മദ്ഹ് പറയുകയോ അവരുടെ മഹത്വം കൂടുതലായി പറയുകയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരവിടെ വിശദീകരിക്കുന്നുണ്ട്. അഥവാ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹ് അത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ആരുടെ മുമ്പിലാണ്, ആരാണത് കേൾക്കുന്നത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം പറയാൻ എന്ന് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു തൻ്റെ മിനനുൽ കുബ്രയിൽ പറയുന്നുണ്ട്. മനസ്സിലായോ മൗലവി? കിതാബ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഓതി പഠിക്കാൻ ശ്രമിക്കുക. അതിന് ആലിമീങ്ങൾ സമീപത്തേക്ക് വരണം. കോമാട്ടുചാലിൽ അബ്ദുല്ലാനെ പോലുള്ള ഏതെങ്കിലും വിഡ്ഢികളുടെ മുമ്പിൽ പോയിരുന്നാൽ ഇതുപോലുള്ള ജഹാലത്ത് തുടരാൻ തന്നെയായിരിക്കും തൻ്റെ വിധി എന്ന് ഞാൻ മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലിമീങ്ങൾ പറയുമ്പോൾ അത് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അതിന് ഇൽമു വേണം. ഇനി പറയട്ടെ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ മഹാന്മാരായ ഔലിയാക്കളുടെ തദ്ബീറുമായി ബന്ധപ്പെട്ട് മൗലവി നടത്തിയ എത്രയോ ദുർവ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു അല്ലേ? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് ജീവിതത്തിൽ ആ മഹാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, അവിടെ നിന്ന് വിശ്വസിക്കാത്ത വിശ്വാസം ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ മേലിൽ വെച്ച് കെട്ടിയില്ലേ നീ? അപ്പം മൗലവി അവിടെ ഞങ്ങൾ താങ്കളെ പഠിപ്പിച്ചു, നൗഷാദിനെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു. എന്തായിരുന്നു അത്? മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന തദ്ബീർ, അതിനൊരു പരിധി നിശ്ചയിക്കാൻ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അവകാശമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അല്ലാഹു തആല അവൻ്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് തദ്ബീർ കൊടുക്കും. എന്നാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കുരുവട്ടൂരികൾ പറയുന്നത് പോലെയല്ല. കുരുവട്ടൂരികൾ പറഞ്ഞത് എന്താണ്? അല്ലാഹു തആല അല്ലാത്ത ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു അതിൻ്റെയൊക്കെയും മുദബ്ബിറാണ് CM വലിയുല്ലാഹി തങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ആലിം ഇവിടെ ഇല്ലേ? ആലിമിൻ്റെ ആദ്യത്തെ
ആലമിൽ നിന്ന് ആദ്യമായി അള്ളാഹു പടച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറല്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് തദ്ബീർ ചെയ്യും എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ തദ്ബീർ ചെയ്യും എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പം മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന തദ്ബീറിന് അള്ളാഹുവിങ്കിൽ ചില പരിധികളുണ്ട്. ആ പരിധിക്കുള്ളിൽ അവർ തദ്ബീർ ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ തദ്ബീർ അത് നിങ്ങൾ നിസ്സാരപ്പെടുത്തി കാണാൻ പാടില്ല. അത് അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ വൈപുല്യവും അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മഹാന്മാര് പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ കണ്ട് അള്ളാഹു അല്ലാത്ത ലോകത്തിൻ്റെ സർവ്വതിൻ്റെയും തദ്ബീർ എന്നൊക്കെ പറഞ്ഞ് ഈ മൗലവിമാർ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ അബദ്ധങ്ങളും ഇവിടെ എഴുന്നള്ളിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളതിൻ്റെ ശരിയായ അതിൻ്റെ ഉദ്ദേശം ഇവിടെ വിശദീകരിച്ചു പോയിരുന്നു. ഞാനിവിടെ ഒറ്റ ഇബാറത്ത് വായിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ ജവാഹിറുദ് ദുറർ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തദ്ബീറും അവരുടെ ലോകവും വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ചോദ്യമാണ്, ബഹുമാനപ്പെട്ടവർ തൻ്റെ ഷെയ്ഖിനോട് ചോദിക്കുകയാണ്. ഫഖുൽതു ലഹു, ഞാൻ എൻ്റെ ഷെയ്ഖിനോട് ചോദിച്ചു, ഫഹൽ ഊതിയ അഹദുൻ അത്തസറുഫ് ഫീ ജമീഅൽ ആലമി അലൽ കമാൽ, പൂർണ്ണാർത്ഥത്തിൽ ഹഖീഖത്തൻ മഅനയിൽ ആലമൊട്ടാകെ പ്രപഞ്ചൊട്ടാകെ നിയന്ത്രണം ഉള്ള മഹാന്മാരാരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി ഫഖാല റളിയല്ലാഹു അൻഹു ലാ, ഹഖീഖത്തൻ മഅനയിൽ അങ്ങനെ ആലമിൻ്റെ ഓരോന്നിലും എന്നർത്ഥത്തിൽ ആലമിൻ്റെ ബിദായത്ത് മുതൽ നിഹായത്ത് വരെ എന്നർത്ഥത്തിൽ ഇല്ല. ദാലിക മിൻ ഖസായിസുൽ ഹഖി, അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഷെയ്ഖ് പറയുന്ന വാചകം അവിടുന്ന് തൻ്റെ ജവാഹിറുദ് ദുററിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ ആരാണെന്നും അതുപോലെ തന്നെ ഔലിയാക്കൾ ആരാണെന്നും വളരെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നതനുസരിച്ച് വളരെ വ്യക്തതയോടുകൂടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറയുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്നാൽ ആ ആശയത്തിനപ്പുറത്തേക്ക് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരെ പോലുള്ള ഈ കള്ളത്തൊരീഖത്തിന്റെ കക്ഷികൾ വന്ന് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയം പറയുമ്പോൾ, തസവുഫിന്റെ പേരിൽ ഔലിയാക്കളെ നിന്ദിക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പരിഹസിക്കുമ്പോൾ, സയ്യിദുൽ ഉലമയെ പോലുള്ള സാദാത്യങ്ങളെ പരിഹസിക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികളായ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെതിരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.